ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ്. പൊടിമോൾക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട്. പൊടിമോളുടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പൊടിമോൾക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നമുക്ക് പൊടിമോളിനെ ഒരു ചേച്ചി, ഗൾഫിൽ നിന്നൊരു ചേച്ചി ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് അതാ വരും. അപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു കേട്ടോ പൊടിമോളുടെ. ഇനി പൊടിമോള് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ആകെ ഇത് അതാ. ഓക്കെ, അവിടെ വെച്ചേട്ടാ. OTP ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒരു OTP ഒക്കെ വരും. അപ്പോൾ അതൊന്നും എടുത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ. ഈ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് അയച്ചേക്കുന്നത് ദുബായിലൊരു ജിൻസി മെറിൻ ജോസ് എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഭയങ്കര ഫാനാണ് കേട്ടോ പൊടിക്ക്. ഞാൻ പറയാം, ആളെപ്പോഴും കോണ്ടാക്ട് ചെയ്യും. ഞങ്ങളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ പൊടിമോളുടെ കമ്മലെടുക്കണത്. അപ്പോൾ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജനുവരിക്ക് ആകുമ്പോൾ എന്താ പറയുക സൈക്കിളൊക്കെ മേടിക്കണം. അപ്പോൾ അവളുടെ പിങ്കി മോളിൽ അവൾ ക്യാഷൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ജനുവരിയിൽ ഇങ്ങനെ ഇതാക്കണമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആ ചേച്ചി കണ്ടിട്ട് പറഞ്ഞു പൊടിമോളുടെ ഉള്ള സൈക്കിൾ ഞാൻ മേടിച്ചു തരാമെന്ന്. അങ്ങനെയാണ് ഇത് പൊടിമോൾക്കുള്ള സൈക്കിൾ ഞാൻ മേടിച്ചു തരാമെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ആദ്യം കുറേ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ ജനുവരിയൊക്കെ ആകുമ്പോൾ മേടിക്കുന്നു കുറേ പറഞ്ഞതാണ്. പക്ഷെ ആൾ സമ്മതിച്ചില്ല. ആൾക്ക് ഇപ്പം തന്നെ മേടിച്ചു കൊടുക്കാമെന്ന് പറയുന്നത്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ആൾ അങ്ങ് ദുബായിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. പൊടിമോളെ കൊണ്ടുവരാൻ പോവാണ് സ്കൂളിലേക്ക്. അപ്പോൾ എന്തായാലും കൊണ്ടുവരാൻ പോകാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടിമോളെ സ്കൂളിലെത്തും. അപ്പോൾ എന്തായാലും വേഗം പോയി പൊടിമോൾക്കൊരു ഹാപ്പിയാണ് പൊടിമോള്. എന്ത് പറയുന്നു ആലോചിച്ചിട്ട് എനിക്കെന്നെ ടെൻഷൻ. എന്തായാലും പോയിട്ട് വരാം കേട്ടോ. ഇനി സ്കൂളിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ പൊടിമോളുടെ സ്കൂളിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇതാണ് പൊടിമോളുടെ സ്കൂൾ കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ടു ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ്. പൊടിമോളെയാണ് തപ്പണത്. പൊടിമോളിലൊന്ന് ഞാൻ തപ്പിയെടുത്തതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോ ഇടാട്ടാ. പൊടിമോള് കൂടുതലും ഉണ്ടാവണത് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. ഫ്രണ്ട്സുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. പൊടിമോളെ കാണിച്ചു തരാം കേട്ടോ. ഇത് പൊടിമോളുടെ കൂട്ടുകാരത്തി ജൂവല്. പൊടി എവിടെ? അതെ പൊടി. ഓക്കെ, ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തടി. ബാഗ് എടുക്ക. എന്തോ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ മനസ്സിലായി. ക്രിസ്റ്റീജി, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊടിമോളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടം ക്രിസ്റ്റീജി. ഇത് ദേവാങ്കന കേട്ടാ ആളുടെ പേര്. പുണ്യാട്ടാ. ഒരു കാര്യമുണ്ട്. ഹലോ പൊടിമോളെ, അപ്പം സർപ്രൈസ് ഉണ്ട് കേട്ടാ. എന്തിട്ടാണ് പറഞ്ഞ? അതൊക്കെ ഉണ്ട്. അത് വീട്ടിൽ ചെന്നിട്ട് നിനക്ക് അറിയുള്ള സർപ്രൈസ്. അതെന്തായാലും ഉണ്ട്. കുറച്ചും കൂടി നടന്നാൽ മതിയില്ലേ? അപ്പൊ നിങ്ങൾ എന്റെ സ്കൂള് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ സ്കൂള്? പിന്നെ കൂട്ടുകാരികളൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ചങ്കുപടി ശരിക്കും ശ്രേയ, ഋതിക, ജുവൽ, വൈകിയാണ്. പക്ഷെ വൈകിയ അവരൊക്കെ പോയെന്ന് തോന്നുന്നല്ലേ? അവര് ഇന്ന് വന്നിട്ടില്ല. ശ്രേയ വന്നിട്ടില്ല. ശ്രേയക്ക് ഇന്ന് പറ്റിയിട്ടുണ്ട്. അയ്യോ, കൂടി ഇന്ന് വന്നേക്കണത് സപ്തിയും ജുവലാണ് വന്നേക്കണത്. പിന്നെ ദേവാങ്ങനെ എന്റെ ക്ലാസ്സിൽ പഠിക്കണേ, ക്രിസ്ത്യന്റെ ക്ലാസ്സിൽ പഠിക്കണേ. അവര് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നവരാണ്. ചക്കമണി. അപ്പൊ നമുക്കിനി വീട്ടിലെത്തിയിട്ട് നമുക്ക് സർപ്രൈസ് നോക്കി നോക്കാം. എന്നിട്ട് നോക്കൊക്കെ ചെയ്യാം. നമുക്ക് പൊടിമോളുടെ സർപ്രൈസ് എന്താന്നൊക്കെ നോക്കണം. നമ്മളപ്പോ വീടിന്റെ അവിടെ
കുറച്ചും കൂടി നടന്നാ മതി കേട്ടാ. അയ്യോ അവിടെ നിക്ക് അവിടെ നിക്ക് സർപ്രൈസാന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നോളാട്ടാ. അവിടെ ഞാൻ വരാൻ പറയുമ്പോ വന്നാ മതി. അപ്പോൾ പൊടിമോളുടെ സർപ്രൈസ് എന്താന്ന് അവള് പെട്ടെന്ന് കാണുന്നത്. നിങ്ങളവളുടെ മുഖം കാണണ്ടേ? അപ്പൊ ആദ്യം ഞാൻ പോയി അവിടെ നിൽക്കട്ടെ കേട്ടാ. അവളുടെ അവള് എന്താ പറയാ സർപ്രൈസ് ആവുന്നത് നമുക്ക് കാണണ്ടേ. ഒരു മിനിറ്റ് വന്നാ. അയ്യോ ധൃതി എന്താണിത്? അതാണ് ഞാനും ചോദിക്കണേ, എന്താണിത്? എന്താണ് പൊടിമോളിത്? അറിയില്ല എന്താണെന്നറിയില്ല. കനൊക്കെ ഉണ്ട്. എന്തായാലും അച്ഛൻ വന്നിട്ട് നമുക്ക് തുറക്കാൻ പറ്റുള്ളോ? അച്ഛൻ വന്നിട്ട് തുറക്കാൻ പറ്റുള്ളോ? അച്ഛൻ വരത്തല്ലേ? അച്ഛൻ വന്നിട്ട് നമുക്ക് തുറക്കാം. എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നോക്കാം. കാണിക്കണ്ടേ? അപ്പൊ ശരി, നമുക്ക് അച്ഛൻ വന്നിട്ട് തുറക്കാം. അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അച്ഛനെ ഇത് എന്തിട്ടാണ് കാണിച്ചു നോക്കാം. അച്ഛാ ഒരു സാധനം വന്നിട്ടുണ്ട്. എനിക്കറിയാം എന്തിന്റെ സാധനം. എനിക്കറിയില്ലല്ലോ എന്തിട്ടാണ്. പൊടിമോൾക്ക് എന്താന്നറിയില്ല. കുളിക്കട്ടെ? വേണ്ട. ഷമീല എവിടെ വെച്ചിട്ടാ പൊട്ടിക്കാന്ന്? പൊടിമോൾക്ക് അറിയില്ല എന്നിട്ടാന്ന്. ജിൻസി മെറിൻ ജോസ് അൺബോക്സിങ് ചെയ്യാൻ ഞങ്ങൾ പറയാൻ പൊട്ടിക്കാൻ പോകണട്ടാ. അപ്പൊ എന്നിട്ടാ നോക്കാം. പൊടിമോൾക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ടാ നമുക്ക് അറിയുള്ളൂ. പൊട്ടെ ഓക്കെ. അപ്പൊ നമ്മള് അൺബോക്സിങ്. പൊടിമോൾ എന്തായിട്ടായിരിക്കും? അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നമുക്ക് വേറെ വല്ല ആവശ്യങ്ങൾക്ക് എടുക്കാൻ ചാക്ക് വല്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോ അല്ലേ? വായപ്പുറത്ത വായേ അയ്യോ മൂട് കാണിക്കണ്ടെങ്കിൽ വീഡിയോയില് ആൾക്കാരും ഞാൻ പറഞ്ഞ കളിയാക്കും. അപ്പോൾ അത് അൽക്കുൽത്ത് അദീസ് മോൻ എന്തൊക്കെയായിരിക്കും പൊടിയെ? വെറുതെ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗസ്യെന്ന് പറഞ്ഞ കൊറേ ഉണ്ട്. ടിവിയാ നമ്മള് എന്റെ നമ്മളിത് മുറിക്കാൻ പോയി. സ്ഥലമില്ല കേട്ടാ, അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഓക്കെ. അതൊക്കെ ഞാൻ പൊളിക്കാം. ഈ തിരക്കടിക്കാണ്ടിക്ക് ഇനി പൊടിമോൾ കണ്ണടക്കി ഞാൻ നോക്കട്ടെ എന്നിട്ടായിരിക്കും. എന്നിട്ടായിരിക്കും വാ കണ്ണു നോക്കാതിരിക്കും കേട്ടാ. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്നത് ഈ ഫാമിലിയാണ്. ജിൻസി ചേച്ചിയുടെ ചേട്ടൻ്റെ പേര് ജോസ്, മോള് മെറിൻ. ഇവർ താമസിക്കുന്നത് ദുബായിലാണ്. ചേച്ചിയുടെ ശരിക്കുള്ള സ്ഥലം തിരുവനന്തപുരത്തും, ചേട്ടൻ്റെ സ്ഥലം കൊല്ലക്കാരാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ പൊടിമോൾ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ് കേട്ടോ. വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ ചേച്ചി, ചേട്ടാ, മോളെ. ചേട്ടാ സംഭവം എന്താണ്? കണ്ടു തുറക്ക് അപ്പൊ ഒരു സൈക്കിൾ ഇട്ടാ. സൈക്കിള് കൊറേ പേര് നമ്മള് വീഡിയോ ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ കുറെ കിട്ടുമ്പോ കുറെ പേര് പറയുന്നു നമ്മളെന്നെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാന്നിട്ടാ. അപ്പം അതുകൊണ്ട് നമ്മളെന്തായാലും മെറിൻ ചേച്ചിയിൽ
ജോസാൻഡി, ജിൻസി ചേച്ചിയും ജോസാൻഡിയും ഉണ്ണീരി ഫോട്ടോ നമ്മൾ ഇതിലിട്ടുണ്ട് കേട്ടാ. ഫിറ്റ് ചെയ്യണം. പണ്ട് കാലത്ത് വർക്ക്ഷോപ്പിൽ പോയതൊരു ഗുണമായി. അപ്പോൾ വർക്ക്ഷോപ്പിൽ പോയത് കൊണ്ട് നമുക്കതൊരു ഗുണത്തിലേക്ക് സത്യം പറയാലോ ഈ സൈക്കിളിന്റെ പേര് എനിക്കറിയില്ല. ഗിയറാണോ ഫിറ്റ് ചെയ്യട്ടെ. റെഡി. അച്ഛന്റെ ടയർ റെഡിയാക്കാൻ പോവാണ്. ഫസ്റ്റത്തെ ടയർ ഇട്ടാ ഇതൊന്നും ഞങ്ങൾ ഊരിയിട്ടില്ല. ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഊരാനാണ്. സെക്കൻഡ് ആക്കിയിട്ടില്ല. ഇതിന് ബാക്ക് അമ്മാമ വന്നിട്ടുണ്ട്. സൈക്കിൾ അത്യാവശ്യം വലിപ്പുണ്ട്. പിടിക്ക് സൈക്കിൾ പിടി. അപ്പോൾ ഇതാണ് അമ്മാട്ടാ, പൊന്നൂസിന്റെ അമ്മയാണ്. അപ്പോൾ സൈക്കിൾ ഫിറ്റിങ്സിലാണ് ഞങ്ങള് ഫിറ്റ് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത്. ഞങ്ങളൊരു പുത്തൻ പിന്നാറ് പണിയാൻ പോവാ. അയ്യോ എന്തുണ്ടാക്കിയ അച്ഛൻ എന്തിട്ട് ഇതാണ് എന്റെ അമ്മാമ്മ, അമ്മയുടെ അമ്മ, ഓമന മാമ. അച്ഛന്റെ അമ്മയുടെ പേര് ഓമന, അമ്മയുടെ അമ്മയുടെ പേര് ഓമന. കുറച്ച് ടഫാണ് ഇതൊക്കെ ചെയ്യാണ്ടാ. ഇത് വലിയ ടയറാണ്. എനിക്കറിയില്ല, ഇതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അത് സന്തോഷാണ്. അതല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഫ്രണ്ട് ടയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിജയിച്ചു. അച്ഛാ ഈ സാധനം റെഡിയാക്കിയ. അപ്പൊ നമ്മൾ പണ്ട് വർക്ക്ഷോപ്പിൽ പോയത് കൊണ്ട് കുറച്ച് അൽക്കുലത്ത് കേസുകളൊക്കെ അറിയാം. അപ്പോൾ ഇനി നെറ്റ് ഇടാൻ പോവാണ് കേട്ടോ. പണി കഴിഞ്ഞ് വന്നിട്ട് ചായ പോലും കുടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പൊ അമ്മാമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മോൾക്ക് ഓടിക്കാൻ കൊടുക്കാം. അപ്പൊ നമ്മള് റെഡി ആയിട്ടാ. സൈക്കിളില് ഇങ്ങോട്ട് അടുത്തേക്ക് ഇവിടുന്ന് കാണിച്ചു കൊടുക്ക്. സൈക്കിളിന്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോ പണ്ട് 5-6 കൊല്ലം വർക്ക്ഷോപ്പിൽ പോയത് കൊണ്ട് ഇതിന്റെ കുലത്തൊക്കെ കേസുകളൊക്കെ അറിയാം. മറന്നു. അപ്പൊ അവര് പേര് പറഞ്ഞോടത്ത് പൊന്നൂസ. അവരുടെ പേര് ജിൻസി മെറിൻ ജോസ് കേട്ടാ. ജിൻസി എന്ന് പറഞ്ഞ ചേച്ചിയുടെ പേര്, ജോസ് ചേട്ടന്റെ പേര്. അവർക്ക് ഒരു തങ്കക്കുടം പോലെ ഒരു മോളുണ്ട്. മോളുടെ പേര് മെറി. അപ്പൊ അവരാണ് പൊടിമോൾക്ക് സൈക്കിള് ഗിഫ്റ്റ് ചെയ്തത്. അതിനു മുമ്പ് ഓണത്തിന് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ അവര് പൈസ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, സന്തോഷം. നമുക്കത് എപ്പോഴും നമ്മളെ നല്ല സപ്പോർട്ടാണ്. അയ്യോ ഓടിക്കണോ ഓടിച്ചു കാണിച്ചു. സൈക്കിൾ ചവിട്ടാൻ പോവാണ്. റോട്ടിയെ കൊണ്ടുപോകാലോ പൊടിമോള്. പച്ച സാധനം ചുവപ്പ സാധനമൊക്കെ പോയിട്ട് കളയാ. ചവിട്ടി നോക്കിയാ പോയിട്ട്. സ്റ്റാൻഡ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ആവായോ അറിണ്ട ഫോട്ടോണ്ടേ. അത് കുഴപ്പമില്ല. റോട്ടിലേക്ക് പോണ്ടട്ടാ. പൊടിമോൾക്ക് സൈക്കിളായിട്ടാ. അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് വരുന്ന നിൽക്ക് ചേട്ടാ. അപ്പൊ സൈക്കിളിന്റെ ഉദ്ഘാടനം കഴിച്ചിരിക്കണം. പൊടിമോളെ നോക്കട്ടെ. ഓ അടിപൊളി. ഇല്ലേട്ടാ, അവിടുന്ന് റോട്ടിന്റെ അവിടുന്ന് ജസ്റ്റ് ആ റോട്ടിൽ ആ സൈഡിക്ക് അങ്ങോട്ട് പൊക്കോ. കാനുണ്ടാവില്ല. നോക്കി ചവിട്ടുള്ളൂ. അതൊക്കെ പറമ്പിൽ കൂടെ ഒന്ന് ചവിട്ടായിരിക്കും. ആ ട്യൂബ് പെട്ടെന്ന് പഞ്ചർ ഔട്ടല്ലേ ടയറ്. അത് പൊടിമോളുടെ കൂട്ടുകാരി പൊടിമോള് അവളുടെ സൈക്കിളെ ചവിട്ടിയിരുന്നു കേട്ടാ. അവിടെ വരെ പോയാൽ മതി. അകലേക്കൊന്നും പോണ്ടട്ടാ. ഉഷ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉഷ മോള് വരുന്നുണ്ട്. അപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉഷമോളും വരുന്നുണ്ട് കേട്ടാ. ഉഷമോളും ഹാപ്പിയായി. ആ ഉഷമോള് പണി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ പൊടിമോളും ഹാപ്പിയായി. അപ്പോൾ പൊടിമോൾക്ക് ഇഷ്ടമായില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല അത് ശരിയാവും. അപ്പോൾ ആന്റിക്ക് എന്താ ആന്റിയുടെ അടുത്ത് പറയാനുള്ളത്? അപ്പൊ സൈക്കിൾ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആന്റിയുടെ പേരിട്ടാണ് ജിൻസി ആന്റിക്കും ജോസ് അങ്കിളിനെയും പിന്നെ ഉണ്ണിയുടെ പേര് മെറിന്നാണ്. ഉണ്ണിക്ക് എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സൈക്കിൾ കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു.
നമുക്കൊരു ഗിഫ്റ്റും കൂടി വന്നിട്ടുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം. അത് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് വന്ന് വലിയൊരു ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഉണ്ണിക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഗൾഫിലാണ്. ഗൾഫിൽ ചേച്ചി നേഴ്സാണ്. ചേട്ടൻ എന്താണ് വർക്ക് എന്ന് നമുക്കറിയില്ല. അപ്പോൾ പൊടിമോളെ പറയൂ. അപ്പോൾ പൊടിമോള് പറയൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഓക്കെ, ചവിട്ടി പോയി സൈക്കിൾ ചവിട്ടി പോയി നോക്കട്ടെ. ഓ കമോൺ ബേബി. അയ്യാ റോട്ടിലേക്കൊക്കെ പോകുമ്പോൾ നോക്കിയിട്ട് പോലോട്ടാ. ആ പോണ പോക്ക് കണ്ടാ. ഗായ്സ് പേടിയാവുന്നു.